ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. അങ്ങനെ 50 കോടി ക്ലബിൽ ആദ്യമായി മമ്മൂക്കയുടെ ഒരു സിനിമ നേടിയത് ഭീഷ്മ. അങ്ങനെ 100 കോട്ടയാണ് 100 കോടി ക്ലബിൽ മമ്മൂക്കയുടെ ഭീഷ്മ. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ആദ്യത്തെ 50 കോടിയും 100 കോടിയും മെഗാസ്റ്റാർ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക നേടിയിരിക്കുകയാണ്. ഹാപ്പിയാണ്, ഫാൻസ് ഹാപ്പിയാണ്, ഇക്ക ഹാപ്പിയാണ്, തിയേറ്ററുകാർ ഹാപ്പിയാണ്, പ്രൊഡ്യൂസറായിട്ടുള്ള അമൽ നീരദ്, ഡയറക്ടർ അമൽ നീരദ്, എല്ലാവരും ഹാപ്പിയാണ്. ഗുഡ് ന്യൂസാണ്. 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കേക്ക് വാക്ക്, ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. ഇതിന് മുൻപ് മലയാളത്തിൽ 100 കോടി ക്ലബ്ബ് നേടിയിട്ടുള്ള ചിത്രങ്ങൾ 2 മോഹൻലാൽ ചിത്രങ്ങൾ, പുലിമുരുകൻ, ലൂസിഫർ. ഇതാണ് ഈ 2 സിനിമ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഭീഷ്മയാണ്. 100 കോടി ക്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ബിസിനസ് എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് വലിയൊരു പ്രൈഡ് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാൻസ് അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ കിട്ടിയ ഒരു ഗോൾഡൻ ഫിലിം തന്നെയാണ് ഭീഷ്മപർവം. ഞാൻ ആദ്യം കണ്ടിട്ട് റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബീങ് എൻ അമൽ നീരദ് ഫിലിം എനിക്ക് ഭീഷ്മപർവം വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരുപാട് റീസൺസും ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി വില്ലനെ പ്ലേസ് ചെയ്ത രീതി, പിന്നെ ഈ കോവിഡ് കാലഘട്ടത്ത് ഷൂട്ട് ചെയ്തതുകൊണ്ടും ഒരുപാട് ലിമിറ്റേഷൻസ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്റീരിയൽ സീൻസ് കൂടുതൽ, മൂവ്മെന്റ് ഇല്ല, പിന്നെ സിനിമ മുന്നോട്ട് പോകാതെ ഇങ്ങനെ തപ്പിത്തടയുന്ന അവസ്ഥ, അവസാനം ധൃതിപ്പെട്ട് അവസാനിപ്പിക്കേണ്ട വന്നുള്ള അവസ്ഥ. മാത്രമല്ല മമ്മൂക്കയ്ക്ക് വയ്യ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻസ് അദ്ദേഹത്തിന് പ്രായം, അതൊരു ഫാക്റ്റാണ്. അദ്ദേഹത്തിന് അങ്ങനെ അഴിഞ്ഞാടാൻ, അദ്ദേഹത്തിന് നല്ല ഒരു കളവന്മാർക്കും അഴിഞ്ഞാടാൻ പറ്റൂല ഇനിയുള്ള കാലത്ത്. ആറൊക്കെ കണ്ടിട്ട് സംസാരിക്കുക. കാരണം യൂത്തന്മാർക്ക് പോലും അഴിഞ്ഞാടാൻ പറ്റൂല മലയാളത്തിലെ. ആ റേഞ്ചിൽ ആരും ഇവിടെ ഇല്ല, അഴിഞ്ഞാടൻ റേഞ്ചിൽ ആരും ഇവിടെ ഇല്ല. ആയ കാലത്തിൽ ലാലേട്ടനെ കുറച്ച് കഴിഞ്ഞാടിയിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിനും വയ്യ, ആർക്കും വയ്യ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മമ്മൂക്കയുടെ ആ ഒരു കരിസ്മാറ്റിക് ലുക്കും, അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർ ഓറയും, അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയൊക്കെ കൊണ്ട് മികച്ച മേക്കിംഗ്, അമൽ നീരദിനേക്കാൾ സിനിമ മേക്ക് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ മലയാളത്തിൽ വേറെ ആരുമില്ല. നോബഡി ക്യാൻ ഇൻ ദാറ്റ് സെൻസ്. മേക്കിംഗ് ലെവലിൽ അമൽ നീരദ് എന്ന് പറയുന്നത് വേറെ റേഞ്ച്, വേറെ മാതിരി ആളാണ്. അപ്പം അദ്ദേഹത്തിന് സിനിമയ്ക്കകത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു നായകനായിട്ട് വരിക എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഭീഷ്മ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ തന്നെയായിരുന്നു. വല്ലാതെ ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആളുകളും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. മമ്മൂക്ക ഫാൻസ് മാത്രമല്ല, മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് കൂടി ഈ സിനിമയുടെ വിജയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, സഹതാപ തരംഗം എന്നൊക്കെ പറയാം മലയാളത്തിൽ. മമ്മൂക്കയ്ക്ക് വയ്യ, മമ്മൂക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് ബോക്സ് ഓഫീസിൽ പരാജയം മാത്രം, കോടി ക്ലബ്ബുകളില്ല, കളക്ഷൻ ഇല്ല, സ്റ്റഡി കളക്ഷൻ ഇല്ല, ഫൈനൽ ഗ്രോസ് ഇല്ല, ഫസ്റ്റ് ഡേ ഇല്ല, ഒന്നുമില്ല. ദുൽഖറിനോട് പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ദാരുണമായ അവസ്ഥയിൽ നിൽക്കുന്ന മമ്മൂക്കയ്ക്ക് നല്ലൊരു സിനിമ, അതും തിയേറ്റർ ഫുൾ ഓക്യുപ്പൻസി ആക്കിയതിന് ശേഷം ഇറങ്ങിയ ആദ്യത്തെ സിനിമ. ഒരുപാട് അനുകൂല ഘടകങ്ങൾ, കൂടെ വന്ന നാരദൻ പോലുള്ള സിനിമകൾ 8 നില പൊട്ടി. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ മമ്മൂക്കയ്ക്ക് അനുകൂലമായിരുന്നു, ഈ സിനിമയ്ക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ ആളുകൾക്ക് അതറിയാലോ, നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, എന്തെങ്കിലും ആശ്വസിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കാര്യം കൊളുത്തും. അതാണ് ഭീഷ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് ഭീഷ്മ ഒരു ആവറേജ് അമൽ നീരദ് ഫിലിം മാത്രമാണ്. ഭീഷ്മയുടെ റിവ്യൂ ആദ്യ ഷോ കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിനിമ കയറി കാണണോ വേണ്ടത് മലയാളികൾ തീരുമാനിക്കേണ്ടത്. അത് മലയാളികൾ ഇഷ്ടമാണ്, ജനങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അത് ആളുകൾ കയറി, ഫാമിലി കയറി, എല്ലാവരും കയറി, സ്റ്റഡി കളക്ഷൻ ഉണ്ടായിട്ട് തർക്കമില്ല. കാരണം ഈ ഭീഷ്മ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഞാൻ പോയി കണ്ട തിയേറ്ററിലൊക്കെ തന്നെ മൾട്ടിപ്ലക്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തിയേറ്ററിലുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്ത്, ഇപ്പം കോഴിക്കോട് കൈരളി ശ്രീ ആണെങ്കിൽ കൈരളിയിൽ ഇറങ്ങിയ മുതൽ ഇപ്പോൾ വരെ ഭീഷ്മ തന്നെ അവിടെ നിൽക്കുവാണ്. മറുഭാഗത്ത് സിനിമകൾ ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക, അപ്പോഴും ഭീഷ്മ ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല ക്രൗഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഞാൻ പോയിട്ടുള്ള മറ്റ് പല തിയേറ്ററിൽ തന്നെയായിരുന്നു അവസ്ഥ. ഒരു സൈഡിൽ ഭീഷ്മ, മറ്റു സൈഡിൽ കുറേ സിനിമകൾ ഇങ്ങനെ വന്നു പോകുന്നു. ദാറ്റ് മീൻസ് ഭീഷ്മയ്ക്ക് സ്റ്റഡി കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് തള്ളല്ല, 100 കോടി ടോട്ടൽ ബിസിനസ് നടന്നിട്ടുണ്ട്. OTT ഉൾപ്പെടെയുള്ള ബിസിനസ്, മറ്റ് രാജ്യങ്ങളിലുള്ള റിലീസ് ഉൾപ്പെടെ. അങ്ങനെ വലിയൊരു ബിസിനസ്, ഇൻ ടേംസ് ഓഫ് ബിസിനസ് നോക്കുന്ന സമയത്ത് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമ തന്നെയാണ്. പ്രൊഡ്യൂസർ അമൽ നീരദ് തന്നെയാണ്. അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അത്രയും ക്രാഫ്റ്റ് ഉള്ള ഡയറക്ടർക്ക് പ്രൊഡ്യൂസറായിട്ട് തന്നെ വേണം. രാജമൗലിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹം. അത്രയും വലിയ ബജറ്റ് 500,000 കോടി എടുക്കാൻ അദ്ദേഹത്തിന് കാണൂല. കാരണം അത്രയും കഴിവുള്ള ആളുകളെ വിറ്റിട്ടുള്ള കാശ് അവർക്ക് തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ലാലേട്ടൻ ചെയ്യുമ്പോൾ എല്ലാ പടവും കാര്യമായിട്ട് പിന്നെ ബിസിനസ് അല്ലേ ക്യാഷ് ബിസിനസ് അല്ലേ
അതല്ല ഞാൻ പറഞ്ഞത്. അമൽ നീരദ്, രാജമൗലി അവരൊക്കെ ഒരു ലെവലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മമ്മൂക്കയ്ക്ക് ഉണ്ട് കേക്ക് പ്രൂഫ് അല്ലാത്ത, ആ കേക്കിൽ വെറുതെ ഇങ്ങനെ 100 കോടി, അത് മാമകൾക്ക് എഴുതിയ പോലെ മറ്റ് പല സിനിമ എഴുതുകയല്ലാത്ത ശരിക്കുള്ള 100 കോടി തന്നെയാണ് ഈ സിനിമ. ഇത് എല്ലാവരും ഒരുവിധം മലയാളീസൊക്കെ, സിനിമ കാണുന്ന മലയാളീസൊക്കെ തിയേറ്ററിൽ പോയി തന്നെ കണ്ടിട്ടുണ്ട്, ഫാമിലി ആയിട്ട് കണ്ടിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, വീണ്ടും കണ്ടിട്ടുണ്ട്. എനിക്ക് രണ്ടാമത് കണ്ട് ഒന്നുകൂടെ ഒരു പെർസ്പെക്റ്റീവിൽ, കാരണം ഒരുപാട് ആളുകൾക്ക് എൻ്റെ വീഡിയോയുടെ എതിരഭിപ്രായം ഉണ്ടായത് കൊണ്ട് ഒന്നുകൂടെ കണ്ടു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ പിന്നെ പറ്റിയില്ല. എന്തായി കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ എൻഡ് ഓഫ് ദ ഡേ ഒരു സിനിമ ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കാൻ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ആ തരത്തിൽ നോക്കുന്ന സമയത്ത് അമൽ നീരദിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് അല്ലെങ്കിൽ കൂടെ മലയാള സിനിമയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഫിലിംസിന്റെ ക്വാളിറ്റി അതായത് പറഞ്ഞു. ഈ രാജമൗലിയുടെ ഏറ്റവും മോശം സിനിമ ഇപ്പൊ RRR എന്ന് പറയുന്ന സിനിമ ഒരുപാട് പ്രശ്നങ്ങളുള്ള സിനിമയ്ക്ക്, പക്ഷെ അത്രയും പ്രശ്നങ്ങളുടെ രാജമൗലി സിനിമ മറ്റ് ഡയറക്ടേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയുടെ മുകളിലാണ്. ഇപ്പൊ ഭീഷ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമൽ നീരദിന്റെ ഏറ്റവും മോശം ഒരു സിനിമയായാൽ കൂടെ, അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമയിൽ കൂടെ മറ്റു ഡയറക്ടേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയുടെ മുകളിൽ നിൽക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ സിനിമയെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അമൽ നീരദിന്റെ മറ്റു സിനിമകളോട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ധൈര്യമായിട്ട് ഇനി ഇക്കാക്കും ഫാൻസിനും കേക്ക് പ്രൂഫ് അല്ലാതെ ചുമ്മാ പോസ്റ്റർ അടിച്ചിറക്കാതെ യഥാർത്ഥത്തിൽ ഒരു 50 കോടിയും 100 കോടിയും ഭീഷ്മയിലൂടെ അമൽ നീരദ് സമ്മാനിച്ചിരിക്കുകയാണ്. ഇനി നല്ല സിനിമകളാണ് എല്ലാം. പുഴുവായി കഴിഞ്ഞാലും നന്മകൻ നേരത്ത് മയക്കമായി കഴിഞ്ഞാലും ഇപ്പോൾ ഇന്ന് ഏതോ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സിനിമകൾ വരട്ടെ, CBI ചെയ്താൽ വരാനിരിക്കും. അങ്ങനെ നല്ല കാലമാണ് ഇക്കാക്കും ഫാൻസിനും. മറുവശത്തെ ഞാൻ ബെറോഷ് ഇപ്പോൾ ഇങ്ങനെ തൂങ്ങിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അദ്ദേഹം കൂടെ വരേണ്ടതായിട്ടുണ്ട്, തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ചു വരട്ടെ. ഇനിയിപ്പോൾ ബീസ്റ്റ് വരാനുണ്ട്, KGF വരാനുണ്ട്. ഇന്നലെ ജനഗണമന വന്നിട്ടുണ്ട്, ഇംപ്രസീവ് ട്രെയിലറാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. എല്ലാം കൂടെ സെറ്റ് ആവട്ടെ.